ടൂറിസം വകുപ്പുമായി ചേർന്ന് ഇറിഗേഷൻ ടൂറിസം പദ്ധതി വിപുലീകരിക്കുമെന്ന് മന്ത്രി റോഷൻ അഗസ്റ്റിൻ. ഇറിഗേഷൻ ടൂറിസം പദ്ധതി PPP മോഡലിൽ ആവിഷ്കരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇറിഗേഷൻ വക ഡാം, റിസർവയർ, ബാരേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ടൂറിസം സംബന്ധമായിട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടില്ല. കൂത്താൻകെട്ടും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴയും ഇപ്പോൾ ഡാമിനോടനുബന്ധമായിട്ടാണ് നിലവിൽ എടുത്തിട്ടുള്ള പദ്ധതികളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന ഏതെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതായത് MLA-മാർ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഈ വ്യാപകമായി ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ വിവിധ തലങ്ങളിൽ ചെറുതും വലുതുമായി നടപ്പിലാക്കി പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ വെച്ച് ഹൃദയസ്തംഭനമുണ്ടായാൽ സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇൻഷുറൻസ് നൽകാൻ കമ്പനികൾ തയ്യാറല്ല. അനുബന്ധ തൊഴിലാളികളെ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കി പരിരക്ഷ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മൾ ഈ ഗവൺമെന്റ് വന്ന ശേഷം പല ഘട്ടങ്ങളിലായി അവരുമായിട്ട് ചർച്ച ചെയ്തു. ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള ചില അപകടങ്ങൾ മൂലം മരണപ്പെട്ടാൽ അവർ പൈസ കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രത്യേകമായ സഹായം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ള മരണങ്ങൾക്ക് പ്രത്യേക ധനസഹായമായി 5 ലക്ഷം രൂപ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികളായിട്ടുള്ളവരും പരമ്പരാഗതമായ മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾക്കും നമ്മുടെ ക്ഷേമനിധിയിൽ അംഗമാകാം. ഇവരെ ബോധവൽക്കരിച്ച് അംഗമാക്കുക എന്ന ഉത്തരവാദിത്വം ജനപ്രതിനിധികളായി നമ്മൾ എല്ലാവരും കൂടി കൂട്ടായി ചെയ്താൽ ഈ 2 സ്കീമിലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ആരോഗ്യ പരിരക്ഷാ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്താൻ പറ്റും. പീലിംഗ് തൊഴിലാളിയെ സംബന്ധിച്ച് ഞാനൊരു പ്രത്യേകമായിട്ട് പറഞ്ഞു, അവർ അവശത അനുഭവിക്കുന്ന കൂടുതൽ സമയം തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ നിലയിൽ ഒരു പ്രത്യേക ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗവൺമെന്റ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കാര്യം ഞാൻ പറയുകയും ചെയ്തു.